സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജി സുകുമാരൻ നായർ. NSSന്റെ ബജറ്റ് ദിനത്തിൽ സുരേഷ് ഗോപി NSS ആസ്ഥാനത്തെത്തിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നുവെന്ന് കുറ്റപ്പെടുത്തി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. BJPയുമായി അടുത്തു നിൽക്കുകയാണ് NSS എന്ന് വരുത്തി തീർക്കാനാണ് സുരേഷ് ഗോപി വന്നതെന്നും സുകുമാരൻ നായർ വിമർശിച്ചു. പാർലമെന്റ് പോലെ തന്നെയാണ് ഞങ്ങളുടെ യോഗവും. അദ്ദേഹം എന്താ ഒന്നും അറിവില്ലാത്ത കുട്ടിയാണോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. തെറ്റുപറ്റിയെന്ന് സുരേഷ് ഗോപി അന്ന് തന്നെ പറഞ്ഞതാണ്. അതിനുശേഷമാണ് പിന്നീട് തിരുത്തിയതെന്നും NSS ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചു. വിഴിഞ്ഞത്തിൽ VD സതീശന് വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് വീണ്ടും കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തന്റെ കത്തിന് വസ്തുതാപരമായ മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ധർമ്മസ്ഥല കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം ബെൽത്തങ്ങാടി കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 7005 പേജുള്ള റിപ്പോർട്ടാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. 2025 ഓഗസ്റ്റ് 28-ന് ചിന്നയെ SIT അറസ്റ്റ് ചെയ്തിരുന്നു. നിരവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹം മറവ് ചെയ്തെന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയായ CN ചിന്നയ്യ വെളിപ്പെടുത്തിയത്. കർണാടകയെ പിടിച്ചുകുലുക്കിയ വെളിപ്പെടുത്തലിൽ ധർമ്മസ്ഥലയിലെ 13 ഇടങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ സാക്ഷി ചൂണ്ടിക്കാണിച്ചു നൽകിയത്. ഇവിടെയെല്ലാം അന്വേഷണ സംഘം പരിശോധന നടത്തിയെങ്കിലും വെളിപ്പെടുത്തലിനനുസരിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കേരള വഖഫ് ബോർഡിന് തിരിച്ചടി. കേരള സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി. നിലവിലെ വഖഫ് ബോർഡിന്റെ രൂപീകരണവും പ്രവർത്തനവും ചോദ്യം ചെയ്ത് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ പൊതു താൽപര്യ ഹർജി പരിഗണിച്ചാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ വഖഫ് ബോർഡ് ഭരണപരമായ നടപടികൾ സ്വീകരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന വഖഫ് വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിക്ക് താൽക്കാലിക ചുമതല നൽകാനും കോടതി ഉത്തരവിട്ടു. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് കൗൺസിലിംഗ്. ഇന്നലെയും ഇന്നും കൗൺസിലിംഗ് നൽകി. ജില്ലാ നിയമസഹായ വേദിയുടെ കൗൺസിലിംഗ് റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കും. ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും വിധി പ്രസ്താവിക്കുക. നാളെയാണ് ചെന്താമരയ്ക്കുള്ള ശിക്ഷാവിധി കോടതി പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കാൻ സാധ്യത കുറവാണെന്ന് പ്രോസിക്യൂട്ടർ MK വിജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. മിറ്റിഗേഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം കോടതിയിൽ വാദം തുടർന്നേക്കും. പ്രതിയെ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനാൽ വിധി നാളെ ഉണ്ടായേക്കില്ലെന്നും പ്രോസിക്യൂട്ടർ പറയുന്നു. അടൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിർണായക തെളിവുകൾ. അടൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മതം മാറണമെന്ന് പ്രതിയായ ആൺസുഹൃത്ത് അരുൺകുമാർ ഷെഹനയെ ഭീഷണിപ്പെടുത്തി. മൊബൈൽ ഫോണിൽ ഷെഹനയുടെ സ്വകാര്യ ചിത്രങ്ങളും പ്രതി അരുൺകുമാർ പകർത്തിയിരുന്നു. സ്വകാര്യ ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് അരുൺകുമാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാടിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. ചെന്നൈയിലെത്തി വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ലഹരി മാഫിയയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിനായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയാണ് വിജയ് നൽകിയതെന്ന് ചെന്നിത്തല പറഞ്ഞു. കേരള തമിഴ്നാട് അതിർത്തി മേഖലകളിലൂടെ നടക്കുന്ന ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ വിശദമായി ചർച്ച ചെയ്തതായും ലഹരി മാഫിയക്കെതിരെ സംയുക്തമായ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിന് ഇരു സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് വിജയ് അറിയിച്ചതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. KGCA പരീക്ഷ റദ്ദാക്കും. മട്ടന്നൂർ പോളിടെക്നിക് കോളേജിൽ നടന്ന KGCA പരീക്ഷയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വൻതോതിൽ ആസൂത്രിത കോപ്പിയടി നടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഈ പരീക്ഷയിൽ കോപ്പിയടിച്ച ഒരു KSEB കരാർ ജീവനക്കാരനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ സമാനമായ രീതിയിൽ കോപ്പിയടിച്ചതെന്ന് സൂചന ലഭിച്ചതും തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തുവന്നതും. പരീക്ഷയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ജൂലൈ 3-ന് നടന്ന KGCA പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കാൻ അധികൃതർ തീരുമാനിച്ചു. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായക വിധി. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ടെന്നി ജോപ്പന് വലിയ ആശ്വാസം. കേസിൽ 3-ാം പ്രതിയായിരുന്ന ടെന്നി ജോപ്പിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. സോളാർ കേസിൽ ഏറെ വിവാദമുണ്ടാക്കിയ മല്ലേലിൽ ശ്രീധരൻ നായർ നൽകിയ പരാതിയിലെ കേസിൽ നിന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ജോപ്പനെ ഒഴിവാക്കിയിരിക്കുന്നത്. സരിത നായർക്ക് ലക്ഷങ്ങൾ നൽകാൻ ടെന്നി ജോപ്പൻ സമ്മർദ്ദം ചെലുത്തിയെന്ന മല്ലേലി ശ്രീധരൻ നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജോപ്പനെ കേസിൽ പ്രതി ചേർത്തതും പിന്നീട് അറസ്റ്റ് ചെയ്തതും.
തന്ത്രിയുടെ മകൻ തന്ത്രി എന്നത് ശരിയല്ല, യോഗ്യത പരിശോധിച്ച് ഉറപ്പാക്കണം. തന്ത്രിയുടെ മകൻ തന്ത്രി എന്നത് ശരിയല്ലെന്ന് ഹിന്ദു ഐക്യവേദി. തന്ത്രിയാകുന്നവരുടെ യോഗ്യത പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും അത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണെന്നും RV ബാബു പറഞ്ഞു. ശബരിമല തന്ത്രി വിഷയത്തിൽ നിലനിന്നിരുന്ന വിവാദം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോടാനുകോടി ഭക്തരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒന്നും തന്നെ ശബരിമലയിൽ നടക്കാൻ പാടില്ല. തന്ത്രവിദ്യയിൽ നിപുണരായവരാണ് തന്ത്രിയായി ഏതൊരു ക്ഷേത്രത്തിലും ചുമതല ഏറ്റെടുക്കേണ്ടത്. നിലവിൽ ശബരിമലയിൽ ചുമതലയേൽക്കുന്ന കണ്ഠരര് ബ്രഹ്മദത്തൻ താന്ത്രിക വിദ്യയിൽ ആധികാരികമായി പഠനം നടത്തിയിട്ടുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ ശബരിമല തന്ത്രിയായി നിശ്ചയിക്കാവൂ എന്നാണ് വിശ്വാസികളുടെ അഭിപ്രായമെന്നും RV ബാബു പറഞ്ഞു.